ഹായ്, സെൻട്രൽ ലിമിറ്റ് തിയറത്തിലെ അടുത്ത ക്വസ്റ്റൻ ആണ്. ഇൻ എ ഗെയിം ഇൻവോൾവിംഗ് റിപ്പീറ്റഡ് ത്രോസ് ഓഫ് എ ബാലൻസ്ഡ് ഡൈ എ പേഴ്സൺ റിസീവ്സ് ₹3 if the resulting number is greater than or equal to 3 and loses ₹3 otherwise. Use central limit theorem to find the probability that in 25 trials his total earnings exceed ₹25. എന്താണ് പറയുന്നത്? ഒരു ബാലൻസ്ഡ് ഡൈ ത്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഒന്നുകിൽ ₹3 കിട്ടും, അല്ലെങ്കിൽ ₹3 നഷ്ടപ്പെടും. എപ്പോഴാണ് ₹3 കിട്ടുന്നത്? ഇഫ് ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. റിസൾട്ടിംഗ് നമ്പർ 3 അല്ലെങ്കിൽ അതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ₹3 കിട്ടും. അപ്പൊ നമുക്കിവിടെ മീനും വേരിയൻസും ഇല്ല. നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്തുണ്ട്? നമുക്ക് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസും അടുത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 3 വരാം, അല്ലെങ്കിൽ -3. ₹3 കിട്ടാം, അല്ലെങ്കിൽ ₹3 പോകാം. രണ്ട് കേസാണ്. ₹3 കിട്ടാം, അല്ലെങ്കിൽ ₹3 പോകാം. അതിന്റെ പ്രോബിലിറ്റി എന്താണ്? ₹3 കിട്ടുന്ന എപ്പോഴാണ്? ₹3 കിട്ടുന്നത് 3 അതിനേക്കാളും കൂടുതലോ ഫേസ് വരുമ്പോഴാണ് ₹3 കിട്ടുന്നത്. അപ്പൊ 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ഡൈ ത്രോ ചെയ്യാനേ. അപ്പൊ 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ബാലൻസ് ഡൈ അല്ലേ? അപ്പൊ ഓരോ ഫേസ് വരെയുള്ള പ്രോബിലിറ്റി 1/6 വീതമാണ്. അപ്പൊ എന്ത് വരും? 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6. അങ്ങനെ നമുക്ക് 4/6 എന്ന് കിട്ടും. അതായത് 2/3 ആണ് ആ പ്രോബിലിറ്റി. അപ്പൊ ₹3 കിട്ടാനുള്ള പ്രോബിലിറ്റി 2/3 ആണ്. അപ്പൊ ₹3 പോകാനുള്ള പ്രോബിലിറ്റി എന്താണ്? ബാക്കി വരുന്നത് എന്താണ്? 1/3 അല്ലേ? രണ്ടും കൂടെ കൂട്ടം വലിയ 1 കിട്ടുന്നത്. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇത് 2/3 ആണെങ്കിൽ മറ്റേത് 1/3. അതായത് രണ്ട് കേസേ ഉള്ളൂ. അയാൾക്ക് ഒന്നുകിൽ ₹3 കിട്ടാം, അല്ലെങ്കിൽ ₹3 നഷ്ടപ്പെടാം. ₹3 കിട്ടുന്നതിനും +3, ₹3 പോകുന്നത് -3. ₹3 കിട്ടുന്ന എപ്പോഴാണ്? ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫേസ് 3നേക്കാളും കൂടുതലാണ്. 3 അതിൽ കൂടുതലോ ആണെങ്കിൽ അയാൾക്ക് ₹3 കിട്ടും. 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ബാലൻസ്ഡ് ഡൈ ആണ്. അപ്പൊ ഓരോ ഫേസ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 വീതമാണ്. അപ്പൊ അങ്ങനെ 1/6 വീതം 4 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 4/6 എന്ന് കിട്ടും, 2/3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഒരു PDF ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവിടുന്ന് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ അല്ലേ? മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഡിസ്ക്രീറ്റ് അല്ലേ? σx p(x). എന്ത് ചെയ്യും? തമ്മിൽ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്താൽ പോരെ? 3 × 2/3, 3 × 2/3 പ്ലസ് -3 × 1/3 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 - 1 ആണ് കിട്ടും. അപ്പൊ മീൻ കിട്ടിക്കഴിഞ്ഞു 1. മീൻ എന്താണ്? മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി എന്ത് വേണം? വേരിയൻസ് കാണണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x² വേണം. എക്സ്പെക്ടേഷൻ ഓഫ് x² കണ്ടുപിടിച്ചാലേ വേരിയൻസ് കാണാൻ പറ്റുള്ളൂ. എക്സ്പെക്ടേഷൻ ഓഫ് x² എന്താണ്? σx² f(x) ആണ്, അല്ലെങ്കിൽ σx² p(x). f(x) ആണെങ്കിൽ f(x) എഴുതും, p(x) ആണെങ്കിൽ p(x) എന്ന് എഴുതും. എന്ത് വരും? സിഗ്മ എന്ത് വേണ്ട? ആഡ് ചെയ്താൽ മതിയല്ലോ. എക്സിന്റെ സ്ക്വയറും കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും കൂടെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്താൽ മതി. എക്സിന്റെ സ്ക്വയർ എന്താണ്? 3യുടെ സ്ക്വയർ 9 ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 2/3 ആണ്. പ്ലസ് അടുത്ത എന്താണ്? -3യുടെ സ്ക്വയർ 9 ബൈ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 1/3 ആണ്. അപ്പൊ 9 × 1/3. അപ്പൊ എന്ത് വരും? ഇത് വെട്ടുമ്പോഴത്തേക്ക് 6 എന്ന് വരും, 3 എന്ന് വരും. അപ്പൊ 9 എന്നാണ് കിട്ടുന്നത്. സിഗ്മ സ്ക്വയർ ആണ് 9 എന്ന് കിട്ടിയത്. സിഗ്മ സ്ക്വയർ 9 ആണ്. അപ്പൊ സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്താണ്? 3 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അതിനാണ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് വായിച്ച് നമ്മൾ ഒരു PDF സെറ്റ് ചെയ്തു. അടുത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും ഇവിടെ നമുക്ക് പറ്റിയ എന്താണ്? ഇത് സിഗ്മ സ്ക്വയർ അല്ല കിട്ടിയത്, എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ് കിട്ടിയത്. എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ് കിട്ടിയത്. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇതല്ലേ ഫോർമുല? എക്സ്പെക്ടേഷൻ ഓഫ് x² 9 ആണ്, ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ 1 ആണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുന്നത്. വേരിയൻസ് 8 ആണ് കിട്ടുന്നത്. സിഗ്മ സ്ക്വയർ 8 ആണ് കിട്ടുന്നത്. അപ്പൊ സിഗ്മ √8 ആണ്. അപ്പൊ നമുക്ക് മീനും വേരിയൻസും കിട്ടി. അത്രയാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ 25 ട്രയൽസ്. അപ്പൊ n 25 ആണ്. ടോട്ടൽ ഏർണിംഗ്സ് എക്സീഡ്സ്
₹25. അപ്പൊ ടോട്ടൽ ഏർണിങ്സ്, മൊത്തം സമ്പാദ്യം, അതായത് പ്രോബിലിറ്റി ഓഫ് SN, സം SN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 25, എക്സീഡ്സ് 25, ഇതാണ് വേണ്ടത്. എക്സീഡ്സ് 25-നേക്കാളും കൂടാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. SN എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഏർണിങ്സ് ആണ്. അത് ഗ്രേറ്റർ ദാൻ 25. SN വരണമെങ്കിൽ എന്താണ്? SN ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എന്താണ്? SN ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എന്താണ്? N mu. ആദ്യത്തെ ഫോർമുല മീൻ N mu. ആൻഡ് വേരിയൻസ് എന്താണ്? വേരിയൻസ് അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് 10, ഇതല്ലേ? അപ്പം വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ N അല്ലേ? SN വരണമെങ്കിൽ മീൻ എന്താണ്? N mu ആണ്. അപ്പൊ SN ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മീൻ N mu ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ N, ഇതാണ്. അപ്പൊ നമുക്ക് N മ്യൂവും സിഗ്മ സ്ക്വയർ N വേണം. N mu എന്താണ്? N അറിയാം 25, മ്യൂ നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു 1. അപ്പൊ നമുക്ക് N mu 25 എന്നാണ് കിട്ടിയത് അല്ലേ? ഇനി അടുത്ത് സിഗ്മ റൂട്ട് എന്താണ്? സിഗ്മ നമുക്ക് കിട്ടിയായിരുന്നു √8, √10 √25. അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? √200 എന്ന് കിട്ടും അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ZN എന്താണ്? ZN എന്ന് പറയുന്നത് SN വരുമ്പോഴേ SN മൈനസ് N mu ബൈ സിഗ്മ റൂട്ട് 10, ഫോർമുല മാറിപ്പോവരുത്. SN വരുമ്പോഴേ ഇങ്ങനെയാണ്. Z എന്ന് പറയുന്നത് ZN ഈക്വൽ ടു SN മൈനസ് N mu ബൈ സിഗ്മ റൂട്ട് 10. X ബാർ വരുമ്പോൾ എന്താണ്? X ബാർ വരികയാണെങ്കിൽ ZN ഈക്വൽ ടു X ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് 10 ആണ്. മാറിപ്പോവരുത്. ഇവിടെ സമ്മാണ് ടോട്ടൽ ഏർണിങ്സ്. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? SN. ആവറേജ് വരുമ്പോൾ X ബാറിന്റെ കാര്യം വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? SN നമുക്ക് അറിഞ്ഞൂടാ. SN മൈനസ് N mu എത്ര? 25. സിഗ്മ റൂട്ട് 10 അറിയാം, √200 അല്ലേ? എന്താണ് റിക്വേർഡ് പ്രോബിലിറ്റി? റിക്വേർഡ് പ്രോബിലിറ്റി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ടോട്ടൽ ഏർണിങ്സ് എക്സീഡ്സ് 25. ഇതല്ലേ കാണുന്നത്? നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബിലിറ്റി ഓഫ് രണ്ടും ഇതേപോലെ ആക്കാം. SN മൈനസ് 25 ബൈ √200 ഗ്രേറ്റർ ദാൻ 25 മൈനസ് 25 ബൈ √200. എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഇത് ZN അല്ലേ? ZN ഗ്രേറ്റർ ദാൻ 0. എന്താണ് ZN ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ? ഒരു നോർമൽ കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്, നടുക്ക് 0 ആണ്. ടോട്ടൽ പ്രോബിലിറ്റി അണ്ടർ ദ നോർമൽ കർവ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ പകുതി എന്താണ്? 0യേക്കാളും വലുത് വരുന്ന ഇത്രയും റീജിയൻ ആണ്. അതിന്റെ പ്രോബിലിറ്റി 0.5 ആണ്. അപ്പൊ നമുക്ക് റിക്കോർഡ് പ്രോബിലിറ്റി കിട്ടി 0.5 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺനോൺ മീൻ മ്യൂ ഹാസ് വേരിയൻസ് ഈക്വൽ ടു 1.5. By using central limit theorem to find a large sample, to find how large a sample should be taken in order that the probability will be at least 0.95, that the sample mean will be within 0.5 of the population mean. Population meaനും sample meaനും തമ്മിലുള്ള ഡിഫറൻസ് 0.5 ആണുള്ള പ്രോബിലിറ്റി, അറ്റ്ലീസ്റ്റ് 0.5 ആണുള്ള പ്രോബിലിറ്റിയാണ് ഈ 0.95 എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ മീൻ എന്താണ്? രണ്ട് മീൻ പറയുന്നുണ്ട്, പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും. പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. പോപ്പുലേഷൻ മീൻ മ്യൂ. സാമ്പിൾ മീൻ എന്താണ്? എക്സ് ബാർ. ഇനി ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നുണ്ട്, അത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പോപ്പുലേഷന്റെ ഒരു ലാർജ് പോപ്പുലേഷന്റെ ഒരു ചെറിയ സാമ്പിള്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? വേരിയൻസ് പറയുന്നുണ്ട്. വേരിയൻസ് ഈക്വൽ ടു 1.5. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ എന്ന് പറയുന്നത് √1.5 ആണ്. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ആ ഡിഫറൻസ്. സാമ്പിൾ മീൻ എന്താണ്? എക്സ് ബാർ. പോപ്പുലേഷൻ മീൻ മ്യൂ. അതിന്റെ ഡിഫറൻസ് ലെസ് ദാൻ
0.5 വരാനുള്ള ആ നമ്പറാണ് ചോദിക്കുന്നത്. ലെസ് ദാൻ 0.5. അപ്പൊ ഇതിന്റെ മോഡുലസ് വാല്യൂ ആണ്. പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ഗ്രേറ്റർ ദാൻ അറ്റ്ലീസ്റ്റ് 0.95 എന്നാണ്. അപ്പൊ കുറഞ്ഞത് 0.95 ഉണ്ടായിരിക്കും എന്നാണ്. അപ്പൊ 95നേക്കാളും കൂടിയിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബിലിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, നമുക്ക് n ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ കിട്ടിയത്. ഇനി എന്താണ്, നമുക്കിവിടെ എക്സ് ബാർ ആണ് വേണ്ടത്. എക്സ് ബാർ വരുമ്പോഴേ എന്താണ്, എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എന്താണ്, മ്യൂ. മീൻ മ്യൂ ആണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n ആണ്. സിഗ്മ ബൈ റൂട്ട് n. അപ്പൊ വേരിയൻസ് എന്താണ്, സിഗ്മ സ്ക്വയർ ബൈ n അല്ലേ. സിഗ്മ സ്ക്വയർ ബൈ n ആണ്. അപ്പൊ മീൻ മ്യൂ ആണ്. വേരിയൻസ് സിഗ്മ ബൈ റൂട്ട് n ആണ്. നമുക്ക് n അറിഞ്ഞൂടാ. സിഗ്മ എന്താണ്, റൂട്ട് 1.5. സിഗ്മ റൂട്ട് 1.5 ബൈ റൂട്ട് n. നമുക്ക് n വാല്യൂ കണ്ടുപിടിക്കണം. മീൻ മ്യൂ ആണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് വെച്ച് നമുക്ക് എന്ത് പറയാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇസഡ് എൻ എന്താണ്, ഇസഡ് എൻ എന്ത് വരും, എക്സ് ബാർ വരുമ്പോൾ ഇസഡ് എൻ എന്താണ്, ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇസഡ് എൻ ഈക്വൽ ടു എക്സ് ബാർ വരുമ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇതാണ് ഫോർമുല. അതായത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n എന്താണ്, റൂട്ട് 1.5 ബൈ n. റൂട്ട് 1.5 ബൈ n എന്നാണ്. അപ്പൊ ഇനി എല്ലാം അതിലോട്ട് ആക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ മീനിങ് എന്താണ് പറയുന്നത്, ഇതിന്റെ മീനിങ് നമുക്കിത് ആദ്യ ഫോമിലാക്കാം. അതായത് ഈ മോഡ് പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ 0.95 മീനിങ് എന്താണ്, എക്സ് ബാർ മൈനസ് മ്യൂവിന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ നെഗറ്റീവ് 0.5 ആൻഡ് പോസിറ്റീവ് 0.5 എന്നല്ലേ. അതായത് നെഗറ്റീവ് 0.5 ലെസ് ദാൻ മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ 0.5 എന്നല്ലേ. മോഡ് വേണ്ട അപ്പോഴേ അല്ലേ. ഇതാണ് ഇതിന്റെ മീനിങ്. ഗ്രേറ്റർ ദാൻ 0.95 എന്നാണ്. ഈ എക്സ് ബാർ മൈനസ് മ്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് 0.5നും പോസിറ്റീവ് 0.5നും ഇടയ്ക്കായിരിക്കും. ഇതാണ് ഇതിന്റെ മീനിങ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ താഴെ ഇതേപോലെ വരണം, സിഗ്മ ബൈ റൂട്ട് n. അപ്പൊ എന്ത് വരും, പ്രോബിലിറ്റി ഓഫ് നെഗറ്റീവ് 0.5 ബൈ ഒരു സിഗ്മ ബൈ റൂട്ട് n ബൈ ചെയ്ത പോലെ സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ആൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എക്സ്ട്രാ വേണ്ട എന്താണ്, സിഗ്മ ബൈ റൂട്ട് n കൂടെ മതി എല്ലാത്തിനും. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n എല്ലാത്തിനും ഒരു സിഗ്മ ബൈ റൂട്ട് n കൂടെ ബൈ ചെയ്താൽ മതി. 0.5 ബൈ സിഗ്മ ബൈ റൂട്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.95. ഇത്രയും പോരെ. ഇതെന്താണ്, ഇസഡ് എൻ ആണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഇതെന്ത് വരും, സിഗ്മ ബൈ റൂട്ട് n ആണ്. റൂട്ട് 1.5 ബൈ n എന്നുള്ളത് നെഗറ്റീവ് 0.5 ബൈ റൂട്ട് 1.5 ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവിടെ നടുക്ക് ഇസഡ് എൻ വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ബൈ റൂട്ട് 1.5 ബൈ n. ഇതല്ലേ പറയേണ്ടത്. ഇനി എന്താണ്, നമുക്ക് എന്നിന്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ റൂട്ട് n കൂടെ മുകളിലല്ലേ വരും. ഇതിനെന്ത് പറയാം, നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ആണേ. അപ്പൊ ഒരു കർവ് വരയ്ക്കുമ്പോഴത്തേക്ക് ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്, നടുക്ക് 0 ആണ്, ഇപ്പുറത്ത് ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് പോയിന്റ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ളതാണ്, രണ്ടും സെയിം പോയിന്റ് ആണ്. അപ്പൊ എന്താ പറയാം, ഇത്രയും പ്ലസ് ഇത്രയും അല്ലേ. അപ്പൊ ഇത് രണ്ടും സെയിം പോയിന്റ് ആണ്. അപ്പൊ 2 ടൈംസ് എന്ന് പറയാം. 2 ടൈംസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ബൈ റൂട്ട് 1.5 ബൈ n. ഇതാണ് വേണ്ടത്. ഇതിന്റെ വാല്യൂ ഇത് വിട്ടുപോയി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.95 എന്നാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.95. 2 ടൈംസ് ആണ്. അപ്പൊ ആ പ്രോബിലിറ്റി മാത്രം എന്ത് വരും, പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു
Zn less than or equal to 0.5 by root 1.5 by n എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 ഇവിടെ ബൈ ചെയ്ത് വരും. അപ്പോൾ 0.475 എന്ന് വരും. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ നടക്കുന്നത് 0 സ്റ്റാൻഡേർഡ് ഫോമിൽ. അപ്പൊ നോർമൽ ടേബിൾ നോക്കിയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തതിന്റെ നേരെ തിരിച്ചുള്ള വാല്യൂആണ് എടുക്കേണ്ടത്. അതായത് നോർമൽ ടേബിളിന്റെ ബോഡിക്കകത്ത് ഈ 0.475 എവിടെ വരും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നോർമൽ ടേബിൾ എങ്ങനെ ഇരിക്കും? എവിടെയോ ഇങ്ങനെ ഒരു നോർമൽ ടേബിൾ ആണ്. ആദ്യം 0.0, 0.1, 0.1, 0.2 അങ്ങനെ 1 വരും. 1.1, 1.2 അങ്ങനെ 2 വരും. 2.1, 2.2 അങ്ങനെ 3 വരും. അങ്ങനെ പോവുകയാണ്. പിന്നെ ഇങ്ങോട്ട് എന്താണ്? 0.00, 0.01, 0.02 അങ്ങനെ 0.09 വരെ വരും. അപ്പൊ നമുക്ക് നേരെ തിരിച്ചാണ്. ബോഡിക്ക് അകത്തുള്ള വാല്യൂ ആണ് ഈ 0.475. ഇവിടെ എവിടെയോ ഒരു വാല്യൂ ഉണ്ട് 0.475. അത് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. എത്ര വരും? ഇങ്ങോട്ട് വരുന്നത് 1.96 ആണ് കിട്ടുന്നത്. 1.9 ഇവിടെ ഒരു 1.9ഉം ഇവിടെ 0.06 വരും. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 1.696 എന്നാണ്. പ്രോബിലിറ്റി ഓഫ് ഇതിന്റെ വാല്യൂ ആണ് കിട്ടിയത്. ഈ ടേബിൾ വെച്ച് നമുക്ക് കിട്ടിയതാണ് 0.5 ബൈ റൂട്ട് 1.5 ബൈ എന്നിന്റെ വാല്യൂ എന്ത് കിട്ടി? 1.96 എന്ന് കിട്ടി. അപ്പൊ ഇനി n കണ്ടുപിടിക്കാലോ. ഇതിനെ കൂടെ അങ്ങോട്ട് കയറ്റി ഇൻറ്റു ചെയ്യാം. ഇതെന്താണ്? 0.5 ഈക്വൽ ടു 1.96 ഇൻറ്റു റൂട്ട് 1.5 ബൈ n. ഇതല്ലേ? അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ കിട്ടുന്നത് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അത് മാറിയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് വരുമ്പോ ഈ റൂട്ട് n ഇങ്ങോട്ട് വരെയാണെങ്കിൽ റൂട്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 ഇൻറ്റു റൂട്ട് 1.5 ബൈ 0.5 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ 23.05 എന്നാണ് കിട്ടുന്നത്. 23 അല്ല, ഇതിപ്പോ റൂട്ട് n അല്ലേ? റൂട്ട് n ആണ് ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴേ നമുക്ക് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23.05 എന്ന് കിട്ടി. നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒരു വാല്യൂ കിട്ടും. അടുത്ത സൈഡ് സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ്? റൂട്ട് n ആവും. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23.05 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? എന്നിന്റെ വാല്യൂ ഇതിനേക്കാളും വലുതാണ്. നമുക്കിവിടെ കിട്ടിയത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23.05 എന്നാണ്. അപ്പൊ n എന്താണ്? ഈ 23.05നേക്കാളും ഈക്വലോ വലുതോ ആയിരിക്കാം. അപ്പൊ നമുക്ക് n ഈക്വൽ 24 എന്ന് എടുക്കാം. അടുത്ത നമ്പറിലോട്ട് ഒരു ഫുൾ നമ്പർ ആയിരിക്കണ്ടേ? അപ്പൊ n ഈക്വൽ 24 ആണ് കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം? ദ സാമ്പിൾ സൈസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 24. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസ് അറ്റ്ലീസ്റ്റ് 24 എങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരു 7 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പഴയ സിലബസ് ആണെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു.